മെക്ക പാക്റ്റും ഇന്ത്യൻ നിലപാടും അതും ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. എന്തുകൊണ്ടാണ് മെക്ക പാക്റ്റ് ഇന്ത്യ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യ പരമ്പരാഗതമായി പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ഒരു സ്വന്തം രാജ്യമായിരുന്നു. ആ പശ്ചിമേഷ്യൻ രാജ്യങ്ങളോട് എല്ലാ സൗഹൃദവും നിലനിർത്തിക്കൊണ്ട് പോകുമ്പോഴും നമ്മുടെ പരമ്പരാഗത വൈരികളായ പാകിസ്ഥാനെയും അവർക്ക് പിന്തുണ നൽകുന്ന ചൈനയെയും ഒക്കെ നമ്മൾ അല്പം അകറ്റി നിർത്തിയിരുന്നത് ചേരിചേരാ നയങ്ങളെല്ലാം പറയുമ്പോഴും കുറച്ചുകൂടി അടുത്ത് പശ്ചിമേഷ്യയോടൊപ്പം നിന്നാണ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളോടുള്ള സൗഹൃദവും നിലപാടുമൊക്കെ വളരെ പരമ്പരാഗതമായി നെഹ്റുവിൻ്റെ കാലം മുതൽ, ഇന്ദിരയുടെ കാലം മുതൽ, അടൽ ബിഹാരി വാജ്പേയിയുടെ കാലം മുതൽ ഒക്കെ ശ്രദ്ധേയമായി വെൽ സ്ക്രിപ്റ്റഡ് ആയിരുന്നു. എന്നാൽ നരേന്ദ്രമോദിജി വന്നതിന് ശേഷം ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളോടുള്ള സമീപനത്തിൽ നിന്ന് വ്യതിചലിച്ച് ഒരു അമേരിക്കൻ ഇസ്രയേൽ സൗഹൃദ വിദേശകാര്യ നയത്തിലേക്ക് കാര്യങ്ങൾ സഞ്ചരിക്കുകയുണ്ടായി. ഇതെല്ലാം നടക്കുമ്പോഴും ഈ സൗദി അറേബ്യയും ഇറാനും അടക്കമുള്ള രാജ്യങ്ങൾ ഒരു പ്രകടമായ സൗഹൃദം കാണിക്കുമ്പോഴും ഉള്ളാലെ അത്രമേൽ പണ്ടത്തെ പോലെ ഇന്ത്യൻ സർക്കാരിനെ അവർ വിശ്വസിക്കുന്നില്ല. നമ്മൾ പാകിസ്ഥാനുമായി ഒരു യുദ്ധത്തിലേർപ്പെട്ടുകൊണ്ടിരുന്ന വേളയുടെ സമാപനത്തിലാണ് യഥാർത്ഥത്തിൽ സൗദി അറേബ്യ പാകിസ്ഥാനുമായി ചേർന്ന് ഒരു ജോയിൻറ്റ് പാക്റ്റ് സൈൻ ചെയ്യുന്നത്. ആ ജോയിൻറ്റ് പാക്റ്റിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. പാകിസ്ഥാനെ ആക്രമിക്കുന്ന രാജ്യത്തെ ഒരു ശത്രു രാജ്യമായി സൗദി അറേബ്യ കണക്കാക്കേണ്ടി വരും ആ പാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് തന്നെ അത്തരമൊരു പാക്റ്റ് ഉണ്ടായത് നമ്മുടെ വിദേശകാര്യ നയത്തിൻ്റെയും തന്ത്രപരമായ നിലപാടിൻ്റെയും പാളിച്ചയാണെന്ന് പരക്കെ വിലയിരുത്തപ്പെട്ടു. എന്നാലും നമ്മളോടൊപ്പം അമേരിക്കയും ഇസ്രയേലും ഉണ്ടെന്നാണ് ആശ്വസിച്ചത്. പക്ഷേ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഡിപ്ലോമസി അത് കേവലം അവസരവാദപരമാണെന്നും അവർ ഇന്ത്യയെ അത്രമേൽ കരുതില്ലെന്നും പല സന്ദർഭങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്, ഇപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. യുദ്ധസന്ദർഭങ്ങളിൽ അപമാനിക്കുക, നമ്മുടെ മേൽ അമിതമായ താരിഫ് ചുമത്തുക, എന്നിട്ട് നമ്മളെ പരിഹസിക്കുക തുടങ്ങിയ എല്ലാ തരത്തിലുള്ള വിക്രിയകളും ട്രംപ് നമ്മളോട് കാണിക്കുമ്പോഴും നമ്മൾ ട്രംപിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യമായി സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ ട്രംപ് വിരുദ്ധ പശ്ചിമേഷ്യൻ ചേരിക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നത് ചൈനയും റഷ്യയുമാണെന്ന് വരുമ്പോൾ നമുക്ക് പരമ്പരാഗതമായി പിന്തുണ കിട്ടുന്ന റഷ്യയെ നമുക്ക് നഷ്ടപ്പെടുന്നു. ചൈന കൂടുതൽ പശ്ചിമേഷ്യ വെച്ച്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ വെച്ച് കളിക്കുന്നതിന് കാരണമാകുന്നു. ഈ ഇറാനും നമ്മുടെ ഒരു പരമ്പരാഗതമായ പിന്തുണച്ചിരുന്ന രാജ്യമാണ്. നമ്മൾ രാഷ്ട്രീയമായി അകലം പാലിക്കുമ്പോഴും വാണിജ്യമായും സാംസ്കാരികമായും ബന്ധപ്പെട്ടിരുന്ന രാജ്യമായിരുന്നു ഇറാൻ. എന്നാൽ ഈ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്നതിന് തൊട്ടു മുമ്പ് ആ രാജ്യം സന്ദർശിച്ച് ആലിംഗനബദ്ധരായ പ്രധാനമന്ത്രിമാരുടെ ചിത്രവും പിന്നീട് നമ്മുടെ രാജ്യത്തേക്ക് വന്ന ഒരു നാവിക പ്രദർശന കപ്പൽ ഇസ്രയേൽ ആക്രമിച്ച് മുക്കിയപ്പോൾ നമ്മുടെ തണുത്ത പ്രതികരണത്തിൽ നിന്നെല്ലാം ഇറാനും നമ്മൾ ഇസ്രയേൽ അമേരിക്കൻ പക്ഷപാതിയാണ് എന്ന തരത്തിലേക്ക് അവരും വിലയിരുത്തിയിട്ടുണ്ട്. 2024 ഒപ്പിട്ട ചബഹാർ തുറമുഖത്തിൻ്റെ കരാർ 10 വർഷത്തോളം നമുക്ക് ബന്ധം ഉണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരം വ്യവസായ വാണിജ്യ താൽപ്പര്യങ്ങളൊക്കെ നിൽക്കെയാണ് ഇറാൻ്റെ എതിരാളികളോട് നമ്മൾ കൂടുതൽ അടുക്കുകയും ഇറാൻ്റെ പരമോന്നത അധികാരിയെ വധിക്കുന്ന സന്ദർഭത്തിൽ പോലും വേണ്ടത്ര ആവേശത്തോടെയും വേഗത്തിലും അതിനോട് പ്രതികരിക്കാതിരുന്നതുമൊക്കെ അന്താരാഷ്ട്ര വേദികളിൽ വലിയ ചർച്ചയായിരുന്നു. ഏതായാലും ഈ മെക്ക പാക്റ്റ് അഥവാ ഇസ്ലാമിക് നാറ്റോ എന്ന് വിളിക്കപ്പെടുന്ന സംവിധാനം ഉണ്ടാകുമ്പോൾ പാകിസ്ഥാനും സൗദി അറേബ്യയും തുർക്കിയും ഇറാനും ഒക്കെ ചേരുമ്പോൾ പരസ്പരം ആക്രമിച്ചാൽ ഒരുമിച്ച് ആക്രമിക്കും എന്ന നിലപാട് ഉണ്ടാകുന്നത് ഒരർത്ഥത്തിൽ ഇന്ത്യക്കൊരു വെല്ലുവിളി തന്നെയാണ്. നമ്മൾ ഏഷ്യയിൽ ഒരു കാര്യമായ പിന്തുണക്കാരില്ലാതെ, വിശ്വസനീയമായ ഒരു സഹായി ഇല്ലാതെ അപകടത്തിലാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് ഒരു പക്ഷത്തുള്ളവർ പറയുന്നു. എന്നാൽ മറുവശത്ത് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയ നയങ്ങളെ അംഗീകരിക്കുന്നവർ പറയുന്നത് സൗദി അറേബ്യയും ഇറാനും വൈരികളായി നിന്നത് നമുക്ക് ഒരു കൃത്യമായ വിദേശകാര്യ നയവും ഇടപാടുകളും ഉണ്ടാക്കുന്നതിനൊരു വലിയ തടസ്സമായിരുന്നു എന്നാണ്. എന്നാൽ ഇപ്പോൾ ഇരുവരും ഒന്നാകുന്നതോടുകൂടി നമ്മുടെ തടസ്സമാണ് യഥാർത്ഥത്തിൽ മാറുന്നതെന്നും കൂടുതൽ കരുത്തോടെ പശ്ചിമേഷ്യയിൽ നമുക്ക് ഇടപെടാൻ കഴിയുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. രണ്ടായാലും ഇത്തരത്തിലൊരു കരാർ ഉണ്ടാകുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിനും ഇന്ത്യയുടെ ഭാവിയിലെ വ്യവസായ വാണിജ്യ താൽപ്പര്യങ്ങൾക്കും സൈനിക ശാക്തിക ചേരികൾക്കും അത്രമേൽ ഗുണകരമായ ഒന്നാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല.